ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ഗും ഗുരുഭ്യോ നമ. ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വത്यै നമ. ഓംകാരപ്പൊരുളാം ജഗജ്ജനനി നിൻ പാദം സ്മരിച്ചന്വഹം ശങ്കാഹീനമുരച്ചിടാം സവിനയം സത്യം പരം ധീമഹി. പാരാശര്യവച സരോജമമലം ഗീതാർത്ഥഗന്ധോത്കടം നാനാഖ്യാനകേസരം ഹരികഥാ സംബോധനാബോധിതം. ലോകേ സജ്ജന ഷട്പദൈരഹരഃ പേപീയമാനം മുദാ ഭൂയാദ് ഭാരത പങ്കജം കലിമലപ്രധ്വംസിനഃ ശ്രേയസേ. മഹാഭാരതം കിളിപ്പാട്ട് സംഭവപർവം കാനനപ്രവേശം. അമ്മയാം കുന്തിദാനും ധർമ്മജനാദികളും തന്മനമഴൽ പൂണ്ടു പാതാളത്തൂടെ പോമ്പോൾ വാച്ചസങ്കടം ചൊൽകീലീശ്വരൻ നടുങ്ങിടും. ഈശ്വര വിലാസങ്ങളാർക്കുപോൽ തടുക്കാവൂ. നീടഴും നിലത്തൂടെ കാടകം ബുക്കാരവർ പാടെ വെന്തെരിഞ്ഞകത്തിതു ജാതുഷമായ പുരം. പേടിയും ഉറക്കവും ഖേദവും കൂടിയവർ കാടകം ബുക്ക നേരം നടന്നുകൂടായികയാൽ അമ്മയെ മൃഗോദരൻ ചുമലിലെടുത്തുടൻ ധർമ്മപുത്രനെയും പാർത്ഥനെയും കൈകൾ കൊണ്ടും തമ്പിമാരെയും അവൻ തട്ടിക്കൊണ്ടൊക്കു തന്മേൽ സംഭ്രമം കൂടാതെ ഇരുട്ടിൽ വനത്തൂടെ ചുടുന്ന ചിത്തയോടെ കരഞ്ഞുമിടയിലെ നടന്നങ്ങൊരു ദിക്കിലിരിക്കുന്നതു നേരം കുന്തിയും തനയരും വെന്തിയിലയല്ലി എന്നു ചിന്തിച്ചു പരമാർത്ഥമറിവാൻ വിതുരരും ബന്ധുവായിരിപ്പോരു ദൂതനെ അയച്ചപ്പോൾ വെന്തിയിലെന്നറിഞ്ഞുള്ളിൽ സന്തോഷമുണ്ടായി വന്നു. സന്താപമുണ്ടെന്നത് പുറമെ ഭാവിക്കയും സന്താപത്തോടെയവർ ഗംഗയും കടന്നിതു. ബന്ധുക്കൾ ചെയ്തതെല്ലാം ചിന്തിച്ചു വാഴും കാലം കുന്തിയും ബാലന്മാരും വെന്തതു കണ്ടുവന്നു. ധൃതരാഷ്ട്രരും നല്ല മക്കളും ദുഃഖം കൈക്കൊണ്ടുദകക്രിയാദികൾ ചെയ്തുവാണിതുപുരേ. സന്ദേഹമുണ്ടായതെല്ലാർക്കുമേ നിഷാദിയും നന്ദനന്മാരും വെന്തു കിടക്കും ശവം കണ്ടു നിന്ദിച്ചു പറയുന്നു സജ്ജനം ഗാന്ധാരിതൻ നന്ദനന്മാരെയും താതനെയും അതുകാലം. അന്ധനം നൃപൻ അറിഞ്ഞില്ലെന്നും അറിഞ്ഞെന്നും സന്തതം വിവാദിച്ചിടുന്നിതു മഹാജനം. പാണ്ഡവന്മാരും ഗംഗ കടന്നു നടന്നു മാർത്താണ്ഡനെ പോലും കാൺമാനില്ലതവനത്തൂടെ. പൈതാഹം കൊണ്ടു മമ കൈകാലും തളരുന്നു പൈതങ്ങളായ മാദ്രി തന്നെ സുതന്മാർക്കും എന്നതു കുന്തിദേവി ചൊന്നതു കേട്ടു ഭീമൻ വന്ന വേദനയോടും അമ്മയോടുര ചെയ്താൻ. വലിയൊരരയാലുണ്ടിവിടെ കാണാകുന്നു സലിലം തിരഞ്ഞു കണ്ടിങ്ങു കൊണ്ടുവരുവൻ ഞാൻ. ജ്യേഷ്ഠനും ഉണ്ണികളും അമ്മയും ഇത്തണലിൽ വാട്ടമെന്നിയെ ഇരുന്നിടുക കുറഞ്ഞൊന്നും എന്നതു പറഞ്ഞവൻ കൂവീടു വഴിപോയി ചെന്നതു നേരമൊരു താമരപ്പൊയ്ക കണ്ടാൻ. കുളിച്ചു തണ്ണീരൊട്ടു കുടിച്ചു ദാഹം തീർത്തു വിളിച്ചവൻ വന്നിതു വേഗത്തോടെ. താമര ഇരയിലും ഉത്തരീയത്തിലും കൂടാമോദം വരുമാറു തണ്ണീരും കൊണ്ടുവന്നാൻ. ഉറക്കമിളക്കയും വിശപ്പു പെരുക്കയും ഉറുക്കെ നടക്കയും ചെയ്കയാൽ അവരപ്പോൾ തളർന്നു കിടന്നുറങ്ങുന്നതു കണ്ടു വളർന്ന ദുഃഖത്തോടെ കരഞ്ഞാൻ താനേ നിന്നു. പെരുത്ത കാട്ടിൽ വെറും നിലത്തു കിടക്കെന്നു വരുത്തി ദൈവമതും പൊറുക്കയല്ലേയുള്ളൂ.
ഉള്ളവും മഴൽ പൂണ്ടു ദീർഘശ്വാസവുമിട്ടു വെള്ളവും അവർ മെയ്യിൽ തളിച്ചുമേവും നേരം ഹിഡിംബ വധവും ഹിഡിംബി സംയോഗവും. ഹിഡിംബനായ നിശാചരന്റെ നിയോഗത്താൽ ഹിഡുംബി പോന്നു വന്നാൾ കൊന്നുകൊണ്ടങ്ങു ചൊൽവൻ. മാരുതസുതൻ തന്നെ കണ്ടിട്ടു നിശാചരി മാരമാൽ പൂണ്ടു മോഹിച്ച രയാക്കമൂലം വൈകിയ നേരം വന്നു ഹിഡംബൻ വേഗത്തോടെ കൈകളും തമ്മിലടിച്ചവളോടടുത്തപ്പോൾ ഭീമസേനനും ചെറുത്തവനെ തച്ചുകൊന്നൻ. ഭീമനാദങ്ങൾ കേട്ടിണർന്നാരവർകളും കണ്ണീരും കുടിച്ചവരങ്ങെല്ലാരും ഒരുമിച്ചു സന്നാഹമോടു പോയാരവളും കൂടെയപ്പോൾ വേദവ്യാസനെ കണ്ടാരെന്നവർ വഴി തീർന്നു വേദന പറകയും വീഴുകയും കരകയും. ആതുരന്മാരെയൊരു പാണ്ഡുപുത്രന്മാരെയും മാതാവു തന്നെയും കണ്ടാകുലപ്പെട്ടു മുനി. ഖേദിക്ക വേണ്ട നിങ്ങൾ, നല്ലതു വരും മേലിൽ ഖേദിപ്പിച്ചിട വേണ്ട ഹിഡിംബി തന്നെ കൊണ്ടും. ആപത്തു വരും കാലം താപത്തിൽ മുഴുകൈക, പാപത്തെ കളവാനായി ഈശ്വര സേവ ചെയ്യുക. സമ്പത്തു വരും കാലം സന്തോഷിക്കയും വേണ്ട, തമ്പുരാൻ തൻ്റെയൊരു ലീലകളത്രയല്ലോ. പറഞ്ഞീ വണ്ണം മുനി മറഞ്ഞു ഹിഡിംബിയും നിറഞ്ഞ രാഗത്തോടും പുണർന്നാൾ ഭീമൻ തന്നെ. പിറന്നു ഘടോത്കജനാകിയ തനയനും നിറഞ്ഞു സന്തോഷവും അതിനാലെ എല്ലാവർക്കും. ഇരുന്നു ശാലിഹോത്രൻ തന്നെ ആശ്രമത്തിൽ ഒരു നാളവിടെയും വേദവ്യാസനെ കണ്ടു. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ.